ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ACHUS DESIGN. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കത് ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സ്മോൾ സൈസ്, അതിൽ നിന്നും കുറച്ചും കൂടെ വലുപ്പമുള്ള ബീഡാണത്. പിന്നെ അതുപോലെ സർദോസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സിമ്പിളായിട്ടുള്ള നെക്ക് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാറ്റേൺ നോക്കാം. ആദ്യം നിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് വരുന്നത്. 2 ഫ്ലവേഴ്സ് വെച്ചിട്ട് താഴേക്ക് സ്റ്റെമ്മും ലീഫും, പിന്നെ തൊട്ടടുത്തായിട്ട് 2 ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതിനും സ്റ്റെമ്മും ഉണ്ട്, ലീഫും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആണ് നമുക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് സ്റ്റെമ്മിൻ്റെ ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും ഫ്ലവേഴ്സൊക്കെ നോക്കാം. അത് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ആ റൗണ്ട്സുള്ള ഭാഗത്ത് നമുക്ക് ഗ്രീൻ കളറിലുള്ള ഫ്ലവറാണ് കേട്ടോ വരുന്നത്. ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. 10 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ പെറ്റൽ ഇതുപോലെ 5 ടൈംസ് ഒന്ന് നീഡിലിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. തലയ്ക്ക് നീഡിലിറക്കുക. അതിന് ശേഷം അടുത്ത പെറ്റൽ ചെയ്യുമ്പോഴും 5 ടൈംസ് നീഡിലിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇനി അടുത്ത പെറ്റൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 2 പെറ്റൽ ചെയ്തില്ലേ, അതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് നീഡിൽ കൊണ്ടുവരിക, ത്രെഡും കൊണ്ടുവരിക. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒരു പെറ്റൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇനി ഇങ്ങോട്ട് ബുള്ളിയൻ റോസ് സ്റ്റാർട്ട് ചെയ്ത് പോരുന്നത്. ഇനി ഈ ഒരു പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് അടുത്ത പെറ്റൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പെറ്റൽ ഇപ്പോൾ ചെയ്ത പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് അടുത്ത് കൊണ്ടുവരിക. ഒരു 10 ടൈംസ് അല്ലെങ്കിൽ 12 ടൈംസിൽ നമുക്ക് ഈ ഒരു നീഡിലിൽ ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത വലിയ പെറ്റൽസ് ചെയ്യുമ്പോൾ അത്രയും അളവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ സെൻറ്റർ ഭാഗത്തെ 2 പെറ്റൽ മാത്രമേ നമ്മൾ 5 ടൈംസ് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്ത പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് കൊണ്ടുവരിക. ഇനി നമ്മൾ ആദ്യം ചെയ്ത പെറ്റലില്ലേ, അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലുള്ള ഭാഗത്തൂടെ കൊണ്ടുവരിക. നമ്മളിപ്പോൾ ചെയ്ത പെറ്റലിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ കൊണ്ടുവന്നിട്ട് നീഡിലിൽ ഇതുപോലെ 10 ടൈംസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീഫാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഭാഗത്ത്, അതായത് 2 ഫ്ലവേഴ്സിൻ്റെ താഴെ നമുക്ക് സ്റ്റെമ്മ് വന്നിട്ടുണ്ടല്ലോ, 2നും ഒരേപോലെ സ്റ്റെമ്മ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഫ്ലവേഴ്സിൻ്റെ താഴത്തെ ആ സ്റ്റെമ്മിൽ ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് സിമ്പിളായിട്ടുള്ളൊരു ലീഫാണ്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഉണ്ടോ,
വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ലീഫൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് സർദോസിയാണ് ചെയ്ത് കൊടുക്കുന്നത്. സർദോസി ഇതുപോലെ ഈ ഒരു സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് കൊടുക്കാം. ഒരേ സൈസ് ആവുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒരേ സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ നീഡിലെടുക്കുക. സർദോസി നീഡിൽ ത്രെഡിലേക്ക് കയറ്റിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലീഫ് എങ്ങനെ ചെയ്യണോ അതുപോലെ തന്നെ നമുക്ക് ഒരു സർദോസി വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു നീഡിൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് പൊക്കി ഒന്ന് കൊടുക്കാം. കാരണം അതൊന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ലീഫ് ഒന്ന് മുഴച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മുകളിലേക്കൊന്ന് പൊക്കി കൊടുത്താൽ മതി, നമ്മുടെ ലീഫ് പൊങ്ങിയിരിക്കും. ഇനി നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട്, അതായത് ലീഫിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഓരോ ബീഡ്സ്, നമ്മുടെ ആദ്യം കാണിച്ച നോർമൽ ബീഡ് ഉണ്ടല്ലോ, റൗണ്ട് ബീഡ്, അതൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഈസി ഡിസൈനാണ്, നെക്ക് ഡിസൈനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്. ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ വരും. അത് തന്നെ എന്നെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്